ഹായ്, സഹദേവ് മാഷാണേ. ജിയോമെട്രിക്കൽ പാറ്റേൺസിന്റെ പുതിയൊരു എപ്പിസോഡിൽ ഇത്തവണയും നമ്പർ ചാർട്ടാണ് അവതരിപ്പിക്കുന്നത്. LP തലത്തിലും UP തലത്തിലും ചെയ്യാൻ പറ്റിയ നമ്പർ ചാർട്ടാണ്. UP തലത്തിലുള്ള കുട്ടികൾ കുറച്ചുകൂടി അന്വേഷണം നടത്താൻ വേണ്ടി അതിന്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ LP തലത്തിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള ആശയത്തിൽ നിന്നും തുടങ്ങി കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോകുന്ന രൂപത്തിലുള്ള ഒരു അന്വേഷണമാണ് ഈ നമ്പർ ചാർട്ടിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് പഠിക്കാനുള്ള കാര്യത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. തുടക്കം പാഠപുസ്തകത്തിലുള്ളത് തന്നെ, അവിടുന്ന് അങ്ങോട്ട് അതിന്റെ വളർച്ചയാണ്. അത് പാഠപുസ്തകത്തിന്റെ അപ്പുറത്തേക്ക് വളരും. പിന്നീട് നമ്മളെ സ്വന്തം നിലക്കുള്ള ചില അന്വേഷണങ്ങളാണ്. അപ്പോൾ LP തലത്തിലും UP തലത്തിലും ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന ഒരു നമ്പർ ചാർട്ടാണ് ഇത്തവണ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയട്ടെ, കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ടീച്ചേഴ്സിന്റെയും ശ്രദ്ധയ്ക്ക്, ഇത് മത്സരിക്കാനും സമ്മാനം മേടിക്കാനും വേണ്ടി മാത്രമുള്ളതല്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരുപാട് ആശയങ്ങൾ, പുതിയ പുതിയ ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം വീഡിയോസ്. അപ്പോൾ മത്സരം വരുമ്പോൾ മാത്രം നോക്കി ഇതിന് സമ്മാനം കിട്ടുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഉറപ്പൊന്നും തരാനാവില്ല. കാരണം നിങ്ങളെക്കാൾ നന്നായി മറ്റൊരു കുട്ടി ചെയ്യില്ല എന്ന് എനിക്കറിയില്ല. അപ്പോ ആ കാര്യത്തിൽ അത്രയും പറയാനുള്ളൂ. നിങ്ങളുടെ ലക്ഷ്യം ഈ മത്സരവും സമ്മാനവും മാത്രമാവരുത്. അതിനപ്പുറത്ത് ഇതിൽ നിന്നും മത്സരിക്കാത്ത കുട്ടികൾക്കും, അപ്പോൾ മത്സരിക്കുന്ന കുട്ടികൾ മാത്രമേ ഇതെടുക്കൂ കാണൂ എന്നുള്ളതല്ല, മത്സരിക്കാത്ത കുട്ടികൾക്കും നിങ്ങൾക്ക് സ്കോളർഷിപ്പ് പരീക്ഷയ്ക്കും ഒക്കെ സഹായകമാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു നമ്പർ ചാർട്ടാവുമ്പോൾ എങ്ങനെ ഒരുങ്ങണം, എന്തൊക്കെ വേണം, എത്ര ചാർട്ട് വേണം, അത് എങ്ങനെ കളം വരക്കണം എന്നൊക്കെ വളരെ വിശദമായി പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ തന്നെയാണ് ഇത്. കുട്ടികൾക്ക് മാത്രമുള്ളതല്ല. പ്രത്യേകിച്ചും LP തലത്തിലാണെങ്കിൽ ആദ്യം രക്ഷിതാക്കളും ടീച്ചേഴ്സും, ഒന്നുകിൽ രക്ഷിതാക്കൾ അല്ലെങ്കിൽ ടീച്ചേഴ്സാണ് ഇത് കൃത്യമായി പഠിച്ചെടുക്കേണ്ടത്. അതിനുശേഷമാണ് കുട്ടികളെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്. അങ്ങനെ രണ്ടാം ഘട്ടം പിന്നീട് കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഇതിൽ നിന്നും പലതും നോക്കി തന്നെ കണ്ടുപിടിക്കാനാവും. ആദ്യഘട്ടത്തിൽ വീഡിയോ കൊടുത്ത് കുട്ടികളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാവും. ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോ കൂടുതലൊന്നും പറയാനില്ല. ഒരുപാട് വികസിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു നമ്പർ ചാർട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ഓക്കെ, നന്നായി ചെയ്യുക. ഒരു പുതിയ നമ്പർ ചാർട്ട് അവതരിപ്പിക്കുകയാണ്. LP തലത്തിലും UP തലത്തിലുമുള്ള കുട്ടികൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു നമ്പർ ചാർട്ടാണ് ഇത്. UP തലത്തിലാകുമ്പോൾ കുറച്ചുകൂടി കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ട് വികസിപ്പിക്കാവുന്ന രൂപത്തിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇതാ ചാർട്ട്. നമ്മൾ സാധാരണ ഒരു ചാർട്ടിന്റെ നീളം 71 അല്ലെങ്കിൽ 72 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ 72 സെന്റിമീറ്റർ നീളവും 56 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചാർട്ട്. അത് നിങ്ങൾ മത്സരത്തിന് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കട്ടിയുള്ള ഐവറി കാർഡാണ് ഉപയോഗിക്കേണ്ടത്. ഇത് പരിശീലിക്കുന്ന സമയത്ത് സാധാരണ കട്ടി കുറഞ്ഞ് വില കുറഞ്ഞ് ചാർട്ട് ഉപയോഗിക്കാം. പക്ഷെ മത്സരത്തിന് നിങ്ങൾ 25 രൂപ ഏതാണ്ടുണ്ട്. ചില സ്ഥലത്ത് ഒന്നിച്ച് വാങ്ങുമ്പോൾ അത് വില കുറയും. അപ്പോൾ GSM 300, അത് ആ തിക്നെസ്സാണ് പറയുന്നത്, ആ കട്ടി. അപ്പോൾ GSM 300 വരുന്ന അത്രയും കട്ടിയുള്ള ഐവറി കാർഡ് ഷീറ്റ്, അതാണ്. ഇനി JK കാർഡ് ഉണ്ടെങ്കിൽ അതും. വൈറ്റ് മാത്രമേ ഉപയോഗിക്കാവൂ, വെള്ള മാത്രമേ ഉപയോഗിക്കാവൂ. അങ്ങനെയുള്ള 3 ചാർട്ടാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. 3 ഉപയോഗിക്കാവൂ, 3-ൽ കൂടുതൽ ഉപയോഗിക്കരുത്. അപ്പോൾ ചില നമ്പർ ചാർട്ട് ഒരൊറ്റ ചാർട്ട് കൊണ്ട് തന്നെ തീരും. മുഴുവൻ ആശയങ്ങളും അതിൽ പറയാൻ പറ്റും. എന്നാൽ പലപ്പോഴും അത് കഴിയില്ല. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ളതാണ് മറ്റ് 2 ചാർട്ടുകൾ. അപ്പോൾ ഒന്നിൽ പറഞ്ഞു തീരാത്ത കാര്യമാണ് രണ്ടാമത്തേതിലും മൂന്നാമത്തേതിലും പറയുന്നത്. ഒരിക്കലും 3 ചാർട്ട് 3 വ്യത്യസ്ത തരത്തിലുള്ളതാവരുത്. ഒരേ ആശയമായിരിക്കണം. ഓക്കെ, ഞാനിവിടെ ഇതാ
LP നിലവാരത്തിൽ കുട്ടിക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ് ഞാൻ പറയുന്നത്. ആദ്യം ഞാൻ 1 എഴുതി, പിന്നീട് 1ഉം 2ഉം കൂടെ കൂട്ടി 3 കാണുന്നുണ്ടല്ലോ. പിന്നീട് 1 + 2 + 3 6, 1 + 2 + 3 + 4 10, 1 + 2 + 3 + 4 + 5. അങ്ങനെ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകകൾ എഴുതിയതാണ്. എപ്പോഴും 1 മുതലാണ് തുടങ്ങുന്നത് എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. 1 മുതൽ തുടർച്ചയായ ഓരോ എണ്ണൽ സംഖ്യകളും കൂട്ടി 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 എഴുതുകയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് കിട്ടിയ നമ്പർ ഏതാണ്? ആദ്യം 1 തന്നെ, പിന്നെ 3, 6, 10, 15, 21, 28, 36, 45, 55, 66, 78, 91. ഇനി അപ്പുറത്ത് കൂട്ടിയാൽ അത് 100ന്റെ അപ്പുറത്തേക്ക് എത്തും. അതുകൊണ്ട് ഞാൻ തൽക്കാലം 100ൽ താഴെയുള്ള സംഖ്യകളാണ് ഇങ്ങനെ പരിശോധിച്ചത്. അപ്പോൾ ഞാനിവിടെ ചെയ്തത് 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയായി എഴുതാവുന്ന സംഖ്യകൾ, അത് 100ൽ താഴെ എത്ര എണ്ണം ഉണ്ട് എന്നാണ് ഞാൻ ആദ്യം പരിശോധിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 എണ്ണാണുള്ളത്. 13 സംഖ്യകൾ 100ൽ താഴെ വരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ 3 സംഖ്യയായി പോകും. അതുകൊണ്ട് തൽക്കാലം അത് മാറ്റിവെച്ചതാണ്. ഇനി ഇങ്ങനെ വരുന്ന സംഖ്യകൾക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്നാണ് ഞാൻ നോക്കിയത്. അതായത് 1, 3, 6, 10, 15 ഒരു പ്രത്യേക രൂപത്തിൽ കൂടിക്കൂടി എണ്ണൽ സംഖ്യകളായി കൂടിക്കൂടി വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എങ്ങനെയാണ്? ഞാൻ ഒരു കാര്യം ചെയ്ത്, ഞാൻ ഈ ആദ്യം 1 നമുക്ക് കിട്ടിയത്, അത് ഞാനിവിടെ ഒരു കള്ളിയിൽ ഒരു വട്ടൊട്ട്. പിന്നെയോ 1ന്റെ കൂടെ എത്രയാണ് അടുത്ത വരുന്നത്? രണ്ടാമത്തതാണ് 2. അപ്പോൾ 1ഉം 2ഉം. അപ്പോൾ 1ന് ശേഷം ഞാൻ 2 എണ്ണം ചേർത്തിട്ട്, അപ്പോൾ ആകെ കിട്ടിയത് 3ആണ്. ആ 3ആണ് ഇവിടെ ഉള്ളത്. പിന്നെയോ പിന്നെ എത്രയാണ് ചെയ്ത്? ഞാൻ 1 ചെയ്ത്, 2 ചെയ്ത്, 3 ചെയ്ത്, ഇതാ ഈ 3 എണ്ണം കൂടി വരുമ്പോൾ എത്രയായി? 1, 2, 3. അപ്പോൾ ആദ്യത്തെ 1 + 2 + 3. അപ്പോൾ 1 + 2 + 3. അപ്പോൾ എത്രയായി? 6. അതാണല്ലോ ഇവിടെ ഞാൻ എഴുതിയത്. 1 + 2 + 3 = 6. ഒന്നും കൂടെ വ്യക്തമായി കാണാൻ വേണ്ടി ഞാൻ ആ ഭാഗം ഒരു ചെറിയൊരു പോർഷൻ മറച്ചു വെച്ച് കാണിച്ചാൽ നന്നായിരിക്കും. ഇത് നിങ്ങൾക്കൊന്നും കൂടെ വ്യക്തമാവാൻ വേണ്ടി ഞാനൊന്ന് ഈ ഭാഗം ഒന്ന് മറച്ചു വെക്കുകയാണ്. 1. ആദ്യം നമ്മൾ ആദ്യത്തെ എണ്ണൽ സംഖ്യയായ 1ആണ് ഇത്. അതാണ് നമ്മളിവിടെ എഴുതിയത്. പിന്നെയോ അതിൻ്റെ കൂടെ എത്ര എണ്ണാണ് കൂട്ടിയത്? അടുത്ത ഘട്ടത്തിൽ 1 + 2 ആണ്. അതാണ് ഇവിടെയുള്ള 1 + 2. അപ്പോൾ ആകെ എത്ര വന്ന്? 1, 2, 3. അപ്പോൾ 1 + 2 = 3. ആ കാര്യമാണ് ഞാനിവിടെ എഴുതി. ഇനി അടുത്തത് 1 + 2 + 3. 1ന്റെ കൂടെ 2ഉം 3ഉം കൂടി. അതാണിവിടെ 1 + 2 + 3. ആകെ എത്രയുണ്ട്? 6. 1, 2, 3, 4, 5, 6. അപ്പോൾ ഇത് വരുന്ന ഷേപ്പ് ഒന്ന് നോക്ക്. ഈ ഷേപ്പ് നമുക്ക് പരിചയമുള്ളതാണ്. ത്രികോണ രൂപത്തിലാണ് ഇത് വളർന്നു വരുന്നത്. ഇതാ വീണ്ടും ഞാൻ നോക്കുന്നു, 4ാമത്തതും കൂടി എടുത്ത്. അപ്പോൾ 1 + 2 + 3 + 4. അതാണ് ഇവിടെയുള്ളത്. 1 + 2 + 3 + 4. ആകെ എത്രയാണ്? 10. ഇവിടെയും നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ ഇപ്പോഴും രൂപം ത്രികോണം തന്നെയാണ്. അപ്പോൾ ഇതിന്റെ വളർച്ച ത്രികോണ രൂപത്തിലാണെന്ന് മനസ്സിലായി. ഇതാ വീണ്ടും 5ാമത്തതും കൂടെ ചേർത്ത് വെക്കും. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടെ എങ്ങനെയാണ്? 1 + 2 + 3 + 4 + 5. അതാണല്ലോ ഇവിടെ എഴുതിയത്. 1 + 2 + 3 + 4 + 5 + 5 = 15. 15.
1ഉം 2ഉം 3ഉം 3ഉം 6ഉം 4ഉം 10ഉം 5ഉം 15. അടുത്തത് 6ഉം കൂടെ വരുമ്പോൾ 6. അപ്പോൾ 1 + 2 + 3 + 4 + 5 + 6. 1 + 2 + 3 + 4 + 5 + 6 = 21. അപ്പോൾ ഇതിലെ എല്ലാം കൂടെ എണ്ണി നോക്കിയാൽ നമുക്ക് 21 എണ്ണം ഉണ്ടാവും. ഒപ്പം ഇതാ വരുന്നതെല്ലാം അപ്പോഴും ത്രികോണ രൂപം തന്നെയാണ്. ഇനി അടുത്തത് ഇതാ 7ാമത്തതും എടുക്കുകയാണ്. അപ്പോൾ 1 + 2 + 3 + 4 + 5 + 6 + 7. അതാണ് നമ്മൾ ഇവിടെ എഴുതിയത് 7 വരെയുള്ളത്. അപ്പോൾ ടോട്ടൽ എത്രയാണ് കിട്ടുന്നത്? 28. അപ്പോൾ അവിടെയും ത്രികോണ രൂപത്തിലാണുള്ളത്. ഇതാ വീണ്ടും അടുത്ത നമ്പറും കൂടി എടുക്കുന്നു, 9ഉം കൂടി എടുക്കുന്നു. 1 + 2 + 3 + 4 + 5 + 6 + 7 + 8. അതാണ് ഈ ഭാഗത്തുള്ളത്. ഇതാ 36 ആണ് മൊത്തത്തിൽ വരുന്നത്. അപ്പോഴും രൂപം ത്രികോണം തന്നെയാണ്. അടുത്ത 9 വരെ വരുന്നു. അപ്പോൾ 9 വരെ വന്നാൽ എത്രയാണ്? 45. അടുത്തത് 10 വരെ വരുന്നു. അപ്പോൾ എത്രയാണ്? 55. 1 + 2 + 3 + 4 + 5 അങ്ങനെ 10 വരെ പോകുമ്പോൾ നമുക്ക് 55 ആണ് കിട്ടുന്നത്. അടുത്തത് 11ാമത്തതും കൂടെ കൂട്ടുമ്പോൾ 66. 66. അടുത്തത് 12 കൂടെ കൂട്ടുമ്പം ശ്രദ്ധിക്കുക, 1 + 2 + 3 + 4 + 5 + 6 + 7 + 8 + 9 + 10 + 11 + 12 = 78. അത് തന്നെയാണ് ഞാനിവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. 12 വരെ ക്രമത്തിൽ ചിത്രം വരച്ചതാണ്. അടുത്തത് 13 കൂടെ വരും. 13ാമത്തതും കൂടെ വരുമ്പോൾ 1 + 2 + 3 + 4 + 5 + 6 + 7 + 8 + 9 + 10 + 11 + 12 + 13 = 91. 91. ആ 91 ആണ് ഇവിടെ നമ്മൾ കൃത്യമായിട്ട് എഴുതിയത്. അപ്പോൾ ഇത് എങ്ങനെ നോക്കിയാലും ത്രികോണ സംഖ്യകളാണ്. ഇനി ഇതാ ഈ ഭാഗത്ത് നോക്കിയാലും ത്രികോണ സംഖ്യ തന്നെയാണ്. ഇതാ 1 + 2 3. അപ്പോൾ 1 + 2 + 3 6. 1 + 2 + 3 + 4 10. 1 + 2 + 3 + 4 + 5 15. 1 + 2 + 3 + 4 + 5 + 6 21. ഈ രൂപത്തിൽ 28, 36, 45, 55, 66, 78, 91. ആ രൂപത്തിൽ നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയും. അപ്പോ ഇത് ത്രികോണ രൂപത്തിൽ വളർന്നു വരുന്നതാണ്. ഈ സംഖ്യകൾ ത്രികോണ രൂപത്തിലാണ് വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഖ്യകളുടെ പേര് ത്രികോണ സംഖ്യകൾ എന്നാണ്. ട്രയാങ്കുലർ നമ്പേഴ്സ്. അപ്പോൾ ഏതൊക്കെയാണ് ട്രയാങ്കുലർ നമ്പേഴ്സ്? ആദ്യത്തെ ട്രയാങ്കുലർ നമ്പേഴ്സ് 1 തന്നെയാണ്. 1, 3, 6, 10, 15, 21, 28, 36, 45, 55, 66, 78, 91. ഇനി 100ന്റെ അപ്പുറം അടുത്തത് കൂട്ടേണ്ടത് 14ആണ്. 14ഉം കൂടെ കൂട്ടി വരുന്ന സംഖ്യയാണ് അടുത്ത ത്രികോണ സംഖ്യ. അപ്പോൾ ഈ നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പ്രത്യേക രീതിയിലുള്ള നമ്പറാണ്. എന്ന് വെച്ചാൽ ഈ സംഖ്യകൾ ഇങ്ങനെയുള്ള 13 സംഖ്യകളും 100ൽ താഴെയുള്ള 13 സംഖ്യകൾ, അതിൽ ഒന്നൊഴികെ, ഒന്നിൻ്റെ കൂടെ മറ്റൊന്നും കൂട്ടാത്തത് കൊണ്ട് ബാക്കിയൊക്കെ തുടർച്ചയായ എണ്ണൽ സംഖ്യ, 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ കൂട്ടിക്കൂട്ടി വരുന്നതാണ്. 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയായി വരുന്നതാണ്. 1 + 2 + 3 അങ്ങനെ പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള നമ്പർ ഈ 100ൽ താഴെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ 13 എണ്ണം മാത്രമേ ഉള്ളൂ. 13 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1 ഒഴിവാക്കിയ 12 എണ്ണം ഉണ്ടാകും. പക്ഷെ ത്രികോണ സംഖ്യകൾ പരിഗണിക്കുമ്പോൾ നമുക്ക് 13 എണ്ണം തന്നെയാണ്. അപ്പോൾ 100ൽ താഴെയുള്ള ത്രികോണ സംഖ്യകളുടെ എണ്ണം 13 ആണ്. ഇത് തന്നെ നമുക്ക് മറ്റു പല രൂപത്തിലും പഠിക്കാനുണ്ട്. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാന്ന് ചോദിച്ചാലോ, ഇതാ ആദ്യത്തെ 10 എണ്ണം കൂട്ടിയിട്ട് നമുക്ക് എത്രയാ കിട്ടി? 55.
ആദ്യത്തെ 9 എണ്ണൽ സംഖ്യകളുടെ തുകയോ അതാണിത്. ഇനി ആദ്യത്തെ 12 എണ്ണൽ സംഖ്യകളുടെ തുക ചോദിച്ചാലോ അതിവിടെയുണ്ട്, 78. ആദ്യത്തെ 13 എണ്ണൽ സംഖ്യകളുടെ തുക 91. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ്, അതിനപ്പുറത്തേക്കുള്ള അന്വേഷണവുമാണ് നടത്തുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് എണ്ണൽ സംഖ്യകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ത്രികോണ സംഖ്യകൾ രൂപം കൊള്ളുന്നത്, എന്തുകൊണ്ടാണ് അതിനെ ത്രികോണ സംഖ്യകൾ എന്ന് വിളിക്കുന്നത്, അതാണ് മറ്റൊരു കാര്യം. എന്തുകൊണ്ടാണ് അതിനെ ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ത്രികോണ രൂപത്തിൽ തന്നെ വളർന്നു വലുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ത്രികോണ സംഖ്യകളെക്കുറിച്ച് നമ്മൾ അത്രയും പറഞ്ഞ് ഇനി ആ ത്രികോണ സംഖ്യകൾ ഉപയോഗിച്ച് നമുക്ക് മറ്റെന്തൊക്കെ കണ്ടെത്താന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ആദ്യത്തെ 2 ത്രികോണ സംഖ്യകൾ ചേർത്ത് കൂട്ടി നോക്കി. 1 + 3 കിട്ടുന്നത് 4 യെസ്. അടുത്ത രണ്ടാമത്തെ സെറ്റ് 3 + 6 9, 6 + 10 16. ഞാനിവിടെ കൂട്ടുന്നതെല്ലാം ത്രികോണ സംഖ്യകളാണ്. 10 + 15 25, 15 + 21 36, 21 + 28 49. അങ്ങനെ ത്രികോണ സംഖ്യകൾ എല്ലാം ഞാനിങ്ങനെ കൂട്ടി. എല്ലാം എന്നല്ല, രണ്ടെണ്ണം. അതും കൂട്ടിയത് അടുത്തടുത്തുള്ള ത്രികോണ സംഖ്യകളാണ്. അതായത് 1ന്റെ തൊട്ടടുത്തുള്ള ത്രികോണ സംഖ്യയാണ് 3. അതുകൊണ്ടാണ് 1ഉം 3ഉം ഞാൻ കൂട്ടിയത്. കിട്ടിയ നമ്പർ, ആ നമ്പറിന്റെ പ്രത്യേകത നോക്ക് 4. മറ്റൊന്ന് 3 അതിന്റെ തൊട്ടടുത്തുള്ളതാണ് 6. ആ 3ഉം 6ഉം കൂടെ കൂട്ടിയിട്ട് എനിക്ക് 9 കിട്ടിയത്. ശ്രദ്ധിക്കേണ്ടത് ഇതാ, ഈ നമ്പറിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നുള്ളത്. പിന്നീട് 6ന്റെ തൊട്ടടുത്തുള്ള ത്രികോണ സംഖ്യയാണ് 10. 6ഉം 10ഉം കൂട്ടി കിട്ടിയത് 16. അടുത്തത് 10ന്റെ തൊട്ടടുത്ത് 15. 10ഉം 15ഉം കൂട്ടിയപ്പോൾ 25 കിട്ടി. അപ്പോൾ ഈ ഇങ്ങനെ കിട്ടുന്ന നമ്പറിന് ഒരു പ്രത്യേകതയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. 4 9 16 25 36 49 64 81 100 121 144 169. അപ്പോ ഇതൊരു പ്രത്യേകതയുള്ള നമ്പറാണ് എന്ന് തോന്നി. ഇതാ നമുക്ക് ഈ 1ഉം 3ഉം ആ 4 ചേർത്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ 4 സമചതുരങ്ങളാണെങ്കിൽ ഒന്നിച്ച് ചേർത്ത് വെച്ചാൽ അതൊരു സമചതുരത്തിലാണ് വരിക. ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാ നമ്മള് 1 2 3 4. ഞാൻ ആദ്യത്തെ 1 ആദ്യത്തെ ത്രികോണ സംഖ്യ. ആ ത്രികോണ സംഖ്യ 1. ഇനി തൊട്ടടുത്ത ഏതാണ്? 3 ആ 3 ഞാൻ ചേർത്ത് വരയ്ക്കുകയാണ്. ഇതാ 1 2 3. അപ്പോ നമുക്ക് കിട്ടിയ എന്താ? സമചതുരാണ്, സമചതുരം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 4 എന്ന സംഖ്യ അത് പറയുന്നത് സമചതുര സംഖ്യ, സ്ക്വയർ നമ്പർ എന്നാണ്. ഈ പ്രത്യേകത മറ്റുള്ളതിനുണ്ടോ നോക്ക്. 3ഉം 6ഉം 9. അപ്പോൾ ആദ്യം 3 എടുത്ത് പിന്നീട് അതിൻ്റെ കൂടെ 6 സെറ്റ് ചെയ്ത് വെച്ചാൽ കൃത്യമായിട്ട് ഇതാ നോക്കാം. നമുക്ക് 3 ഞാൻ ഇതാ 1 2 3 സമചതുരങ്ങൾ ഞാൻ എടുത്ത്. ഇനി അതിൻ്റെ കൂടെ എത്രയാണ് കൂട്ടേണ്ടത്? 6. 6 കൂട്ടുമ്പോൾ ഇതാ ഞാൻ 2 ഇങ്ങനെ വെച്ച്, വീണ്ടും 2 ഈ രൂപത്തിലും വെച്ച്, ഇനിയല്ല ഓരോന്നെടുത്താലും കുഴപ്പമില്ല, 2 ഇങ്ങനെയും വെച്ച്. ഇപ്പൊ കിട്ടിയത് എന്താ? വീണ്ടും സ്ക്വയറാണ്. ഇതാ 1 2 3 4 5 6 7 8 9 സമചതുരത്തെ തന്നെ വന്നാണ്. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്? അടുത്തടുത്ത ത്രികോണ സംഖ്യകൾ കൂട്ടുമ്പോഴെപ്പോഴും സ്ക്വയർ നമ്പറാണ് കിട്ടുന്നത്. അടുത്തടുത്ത 2 ട്രയാങ്കുലർ നമ്പേഴ്സ് കൂട്ടുമ്പോൾ നമുക്ക് എപ്പോഴും സ്ക്വയർ നമ്പറാണ് കിട്ടുന്നത്. അത് പിന്നെയും വരുന്നുണ്ടോ നമുക്ക്? 6 + 10 16,
16 എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ നമ്പറാണ്. ഏതിൻ്റെ സ്ക്വയറാണ്? 4ൻ്റെ സ്ക്വയറാണ്. 4 ഗുണിക്കണം 4 16. അതുപോലെ 1 + 3 ഇങ്ങനെയാണ് വരുന്നത്. നീളത്തിലും 2, വീതിയിലും 2. 2 × 2, 2 × 2 = 4. ഇവിടെ വരുന്നതോ 3 + 6 9 ആവുന്നത്. അപ്പോൾ 3 × 3 ആണ് 9. ഇവിടെ 4 × 4 ആണ് 16. ഇനി അടുത്തത് 10 + 15 = 25 എന്ന് പറയുമ്പം ആ 25 എങ്ങനെ വരുന്നതാണ്? 5ഉം ഗുണിച്ചിട്ടുണ്ടാവുന്ന സ്ക്വയറാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കിയ കാര്യം, എണ്ണൽ സംഖ്യകളിലൂടെ നമ്മൾ ത്രികോണ സംഖ്യകളിലേക്ക് എത്തി. ത്രികോണ സംഖ്യകളിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ സ്ക്വയർ നമ്പറിലേക്ക് എത്തുന്നത്? ഇത് രണ്ടും പ്രൈമറി തലത്തിൽ പഠിക്കാനുള്ള 2 പ്രധാനപ്പെട്ട സാധനങ്ങളാണ്. സ്ക്വയർ നമ്പറും അതുപോലെ ത്രികോണ സംഖ്യകളും. അപ്പോൾ അടുത്തടുത്ത ത്രികോണ സംഖ്യകൾ ചേർന്ന് വരുമ്പോൾ എപ്പോഴും സ്ക്വയർ നമ്പറാണ് കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അത് ഇതാ ഇവിടെ ഉണ്ടോ നോക്ക്. 15 + 21. 15ാമത്തെ ത്രികോണ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇതാണ്. 5 വരെ കൂട്ടിയത്. 6 വരെ കൂട്ടുമ്പം കിട്ടുന്ന 21. ഈ 15ഉം 21ഉം കൂട്ടുമ്പോൾ നമുക്ക് 36 അപ്പോൾ 36 ഒരു സ്ക്വയർ നമ്പർ ആണോ? ഏതെങ്കിലും ഒരേപോലത്തെ 2 സംഖ്യ ഗുണിക്കുമ്പോൾ നമുക്ക് 36 കിട്ടുന്നുണ്ടോ? അതാണ് നോക്കേണ്ടത്. 6 ഗുണിക്കണം 6 36 6ഉം ഗുണിച്ചാൽ കിട്ടുന്ന 36. അടുത്തത് 21 + 28. എവിടെയാ 21 ഉള്ളത്? ഇതാ ഇവിടെ 21 ഉണ്ട്, ഇവിടെ 28 ഉണ്ട്. 7ാമത്തെ ത്രികോണ സംഖ്യയാണ് 28. 6ാമത്തെ ത്രികോണ സംഖ്യയാണ് 21. 21ഉം 28ഉം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 49. അപ്പോൾ 49 ഏതിൻ്റെ സ്ക്വയറാണ്? 7ൻ്റെ സ്ക്വയറാണ്. 7 × 7 49. അടുത്തത് 64. ഈ 64 എങ്ങനെ? 28ഉം 36. 28 ഏതാണ്? ഇതാ 7ാമത്തെ ത്രികോണ സംഖ്യയാണ് 28. 8ാമത്തെ ത്രികോണ സംഖ്യയാണ് 36. 28ഉം 36ഉം. അപ്പോൾ അതാണ് നമുക്ക് 64 കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. അടുത്തടുത്ത ത്രികോണ സംഖ്യകൾ കൂട്ടിയാൽ മാത്രമേ സ്ക്വയർ നമ്പർ കിട്ടൂ കേട്ടോ. 1ാമത്തെയും 3ാമത്തെയും കൂട്ടിയാൽ കിട്ടൂല. ഇതാ നമുക്ക് നോക്കുക. 1ാമത്തെ ത്രികോണ സംഖ്യ 1, 3ാമത്തത് 6. 1, 6, 7 സ്ക്വയർ നമ്പർ അല്ല. ഇനി 1ാമത്തവും 4ാമത്തവും കൂട്ടിയാലോ 10 ആണ്, 1 ആണ്. 10, 1, 11 അത് കിട്ടില്ല. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ അടുത്തടുത്തുള്ള, ഏറ്റവും അടുത്തടുത്തുള്ള, അത് താഴെയാവാം മേലെയാവാം, അടുത്തടുത്തുള്ള ത്രികോണ സംഖ്യകൾ കൂട്ടുമ്പോൾ മാത്രമേ സ്ക്വയർ നമ്പർ കിട്ടുന്നുള്ളൂ. ഏതെങ്കിലും 2 ത്രികോണ സംഖ്യകൾ കൂട്ടിയാൽ ഒരിക്കലും സ്ക്വയർ നമ്പർ കിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പറയുമ്പോൾ മാറിപ്പോകരുത്. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞു വന്നത്, നമ്മൾ എണ്ണൽ സംഖ്യകളിലൂടെ എങ്ങനെയാണ് ത്രികോണ സംഖ്യകൾ കണ്ടെത്തുന്നത്, ത്രികോണ സംഖ്യകളിലൂടെ നമ്മൾ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ആ ത്രികോണ സംഖ്യ എന്ന് പറയുന്നത്, ഇതും പ്രധാനമാണ്. എന്തുകൊണ്ടാണ് അവയെ ത്രികോണ സംഖ്യകൾ എന്ന് പറയുന്നത്. അടുത്തടുത്ത ത്രികോണ സംഖ്യകൾ ചേരുമ്പോൾ എങ്ങനെയാണ് സ്ക്വയർ നമ്പർ ഉണ്ടാവുന്നത്. അപ്പോൾ അടുത്തടുത്ത് തന്നെയായിരിക്കണം, തൊട്ടടുത്ത, മേലെയോ താഴെയുള്ളോ, നിയറസ്റ്റ്. അതുപോലെ ഏതെങ്കിലും 2 ത്രികോണ സംഖ്യകൾ കൂട്ടിയാൽ നമുക്ക് സ്ക്വയർ നമ്പർ കിട്ടില്ല. മറ്റൊന്ന്, എന്തുകൊണ്ടാണ് സ്ക്വയർ നമ്പർ എന്ന് വിളിക്കുന്നത്, അതിവിടെ വ്യക്തമാണ്. സ്ക്വയർ നമ്പർ എന്ന് പറഞ്ഞാൽ അത് സ്ക്വയറിൽ തന്നെയായിരിക്കും, സമചതുരത്തിൽ തന്നെയായിരിക്കും ആ നമ്പർ. യെസ്. അപ്പോൾ എന്തുകൊണ്ട് ത്രികോണ സംഖ്യ എന്ന് വിളിക്കുന്നു, എന്തുകൊണ്ട് സ്ക്വയർ നമ്പർ എന്ന് വിളിക്കുന്നു, അത് വളരെ വ്യക്തമാണ്. ഓക്കെ. അപ്പോൾ ഇനി പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞല്ലോ ചാർട്ടിന്റെ എണ്ണം 3 പലരും പല തരത്തിലും സംശയം ചോദിക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. 3 ചാർട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിലുള്ള ഒരു മെയിൻ ചാർട്ടാണ് ഇത്. ഇത് തന്നെ വേണം. ഈ ചാർട്ടിൽ തന്നെ ഞാൻ ഈ വരച്ചതിൻ്റോട്ട് തിരിച്ചും ട്രയാങ്കിൾ വരച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതും കൂടെ ടച്ച് ചെയ്ത് കാണിക്കാം. യെസ്. ഈ ഭാഗം നമ്മൾ മറ്റൊരു ചാർട്ടിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു ചാർട്ട്. അപ്പോൾ ഞാൻ A4 പേപ്പറിലായതുകൊണ്ട് വരച്ചത്
1 സെന്റിമീറ്ററിലാണ്. നിങ്ങൾക്കത് 2 സെന്റിമീറ്ററിൽ വരക്കാം. 2 സെന്റിമീറ്ററിന്റെ കളങ്ങൾ എഴുതേണ്ടത് ചിസിൽ ടിപ്പ് മാർക്കർ ഉപയോഗിച്ചാണ്. അപ്പോൾ ചാർട്ടിൽ എഴുതേണ്ടത് ഈ മാർക്കർ ഉപയോഗിച്ചാണ്. അതായത് പോയിന്റ് മാർക്കർ അല്ല, ചിസിൽ ടിപ്പ് മാർക്കർ. അത് ബ്ലാക്കോ അല്ലെങ്കിൽ ഡാർക്ക് കളറോ മാത്രമേ ഉപയോഗിക്കാവൂ. ഒരിക്കലും ലൈറ്റ് കളർ ഉപയോഗിക്കരുത്. യെസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഇതാണ് മെയിൻ ചാർട്ട്. അപ്പോൾ ഇതിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവും. കളം വരച്ച് തന്നെ കാണിച്ചാലേ അത് ത്രികോണ രൂപത്തിൽ കൃത്യമായിട്ട് നമുക്ക് കാണിക്കാനാവും. രണ്ടാമത്തെ പോർഷൻ, രണ്ടാമത്തെ ചാർട്ടിൽ ഇതാ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ത്രികോണ സംഖ്യകളിലൂടെ നമ്മൾ സ്ക്വയർ നമ്പറിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം ഇത് മറ്റൊരു ചാർട്ടിലേക്ക് മാറ്റാം. അതിന്റെ ചിത്രങ്ങളും ഈ രൂപത്തിൽ ആ സമയത്ത് ജഡ്ജസിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കൈകൊണ്ട് ഞാൻ ചെയ്ത പോലെ കൈകൊണ്ട് വരച്ച് കാണിക്കാം. അതിന് ലേശം ഭംഗി കുറവാണെങ്കിലും നമുക്ക് കൃത്യമായി ആശയം അവരിലേക്ക് എത്തിക്കാൻ കഴിയും. യെസ്. അപ്പോൾ ഒരു ചാർട്ട്, രണ്ടാമത്തെ ചാർട്ട്. ഇനി മൂന്നാമത്തതോ? മൂന്നാമത്തെ ചാർട്ടിൽ നമ്മൾ ഇതിനു വേണ്ടി കണ്ടെത്തിയ കാര്യങ്ങൾ, ഈ ചാർട്ടിന്റെ പ്രവർത്തനത്തിലൂടെ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ അത് വാചികമായിട്ട് എഴുതുക. എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ കണ്ടെത്തിയ കാര്യങ്ങൾ പറഞ്ഞത്? 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയായിട്ടാണ് ത്രികോണ സംഖ്യകൾ വരുന്നത്. അത് കൃത്യമായിട്ട് ആ രൂപത്തിൽ തന്നെ എഴുതാലോ. 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയായിട്ടാണ് ത്രികോണ സംഖ്യകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യത്തെ 4 എണ്ണൽ സംഖ്യകളാണ് കൂട്ടുന്നതെങ്കിൽ 4ാമത്തെ ത്രികോണ സംഖ്യ. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളാണ് കൂട്ടുന്നതെങ്കിൽ 10ാമത്തെ ത്രികോണ സംഖ്യ. ആ രൂപത്തിൽ നമുക്ക് എഴുതാം. ഇനി ഇവിടെ എന്താണ് എഴുതേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്തടുത്ത 2 ത്രികോണ സംഖ്യകളുടെ തുകയായി നമുക്ക് സ്ക്വയർ നമ്പർ കിട്ടുന്നു. സമചതുരത്തിൽ തന്നെ വരുന്നത് കൊണ്ടാണ് അതിനെ സമചതുര സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ കാര്യം എഴുതണം. ത്രികോണ രൂപത്തിൽ വളർന്നു വലുതാവുന്നത് കൊണ്ടാണ് അവയെ ത്രികോണ സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നല്ല അക്ഷരത്തിൽ, ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ, മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ, അപ്പോൾ വ്യക്തമായിട്ടുണ്ടാവും. ഒരു ചാർട്ട്, രണ്ടാമത്തെ ചാർട്ട്, മൂന്നാമത്തെ ചാർട്ട് നമ്മൾ ആ ആശയം എഴുതുന്നത്, എന്താണ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ. ഇനി കുറച്ചും കൂടി ഇതിൽ എന്തൊക്കെ വികസിപ്പിക്കാന്നുള്ളത് നോക്കാം. ഇനി നിങ്ങൾ നോക്കേണ്ടത്, പ്രത്യേകിച്ചും UP തലത്തിലുള്ള കുട്ടികൾ ചെയ്യേണ്ടത് അതിൽ നിന്നും വീണ്ടും വികസിപ്പിക്കുക. എങ്ങനെയാ വികസിപ്പിക്കുക? ഈ 1 3, അതായത് നമുക്ക് കിട്ടിയ ത്രികോണ സംഖ്യകളെല്ലാം കൂട്ടുക. 1 + 3 എത്രയാ? 4. അത് ഒരേ സമയം സ്ക്വയർ നമ്പറുമാണ്, പിരമിഡ് നമ്പറും കൂടെയാണ്. അടുത്തത് 1 + 3 + 6 എത്ര വരുന്നുണ്ട്? 10 ആണ്. 10 അടുത്ത പിരമിഡ് സംഖ്യയാണ്. 1 + 3 + 6 + 10 അപ്പോൾ എത്ര വരും? 20 ആണ്. അപ്പോൾ 20 എന്ന് പറഞ്ഞത് പിരമിഡ് സംഖ്യയാണ്. അപ്പോൾ ഇങ്ങനെ ഈ സംഖ്യകളെല്ലാം കൂട്ടി കിട്ടുന്നത് പിരമിഡ് നമ്പേഴ്സ് ആണ്. അപ്പോ ആദ്യത്തെ 10 ത്രികോണ സംഖ്യകളുടെ തുക നോക്കിയാൽ അതൊരു പിരമിഡ് നമ്പർ ആയിരിക്കും. ആദ്യത്തെ 9 ത്രികോണ സംഖ്യകളുടെ തുക നോക്കിയാൽ അതും പിരമിഡ് നമ്പർ ആയിരിക്കും. അങ്ങനെ പല വ്യത്യസ്ത തരത്തിലുള്ള പാറ്റേണും നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താം. ഓക്കെ, ഞാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു മോഡൽ കാണിച്ചു തരാം. ഇതാണ്. അടുത്തത് അതിൻ്റെ കൂടുതൽ അന്വേഷണമാണ്. അപ്പോൾ ആദ്യത്തെ 2 ചാർട്ടിൽ ഒതുക്കുകയാണെങ്കിൽ നമുക്ക് മൂന്നാമതൊരു ചാർട്ട് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് LP തലത്തിലുള്ള കുട്ടികൾ ചെയ്യണം എന്നില്ല. ഇനി ചെയ്താലും നല്ലോണം മനസ്സിലായിട്ടുണ്ട്, ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇത് UP തലത്തിലുള്ള കുട്ടികളെ ഉദ്ദേശിച്ചാണ്. കാരണം അവർക്ക് കുറച്ചും കൂടെ കൂടുതൽ വേണ്ടതുണ്ട്. അപ്പോൾ ത്രികോണ സംഖ്യകളും സമചതുര സംഖ്യകളും മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പോകുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ വേണ്ടതുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ഇതുവരെ കണ്ടത് 1 മുതൽ തുടർച്ചയായി എണ്ണിയെടുക്കുക, അതായത് എണ്ണൽ സംഖ്യകളുടെ തുകയായിട്ട്
ത്രികോണ സംഖ്യകളെ കണ്ടെത്തി. പിന്നെ ത്രികോണ സംഖ്യകളിലൂടെ സ്ക്വയർ നമ്പർ വരുന്നത് കണ്ട്, പിരമിഡ് നമ്പർ വരുന്നത് കണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് 100 വരെ തന്നെയുള്ള സംഖ്യകളെടുത്ത് ആ എല്ലാ സംഖ്യകളെയും ഇതുപോലെ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. പക്ഷെ നമുക്ക് കഴിയില്ല. നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ നമ്മൾ കണ്ട് 12 എണ്ണം മാത്രമേ ആ രൂപത്തിൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ 1 മുതൽ ഇല്ലെങ്കിലും തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയായിട്ട് എഴുതാൻ പറ്റുമോ എന്നാണ് പിന്നീട് പരിശോധിക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യ എടുക്കുക, എന്നിട്ട് അതിനെ തുടർച്ചയായ 2 സംഖ്യകളുടെ തുകയായിട്ട് എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക. 1 മുതൽ കിട്ടില്ല. നമ്മളെ കണ്ടീഷൻ ഇതാണ്, തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയായി എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഉദാഹരണത്തിന് 35 എന്നുള്ളൊരു സംഖ്യ എടുക്കുന്നു. 35. ഈ 35ന് നമുക്ക് തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയായി എഴുതാൻ പറ്റുമെന്നാണ്. 35 ഒരു ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആവുമ്പോൾ നമുക്ക് വളരെ സൗകര്യമുണ്ട്. തുടർച്ചയായ എണ്ണൽ സംഖ്യയുടെ തുകയായി എഴുതാൻ 35ന്റെ പകുതി എത്രയാണെന്ന് നോക്കുക. പകുതി എത്രയാ? 17.5. അപ്പോൾ 17.5 എന്ന് പറഞ്ഞാൽ ഒരു എണ്ണൽ സംഖ്യ അല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം? 35ന് നമുക്ക് 17 + 18 എന്നെഴുതാം. 17ഉം 18ഉം 35 ഇവിടെ നോക്ക്, അടുത്തടുത്ത എണ്ണൽ സംഖ്യകൾ തന്നെയാണല്ലോ. അടുത്തടുത്ത എണ്ണൽ സംഖ്യകൾ തന്നെയാണ് 17ഉം 18ഉം. അത് കൂട്ടുമ്പോഴാണ് നമുക്ക് 35 കിട്ടുന്നത്. യെസ്. ഇനി വേറെ ഒന്ന് 41 എടുക്കുകയാണ്. 41 ഓഡ് നമ്പർ തന്നെയാണ്. അപ്പോൾ 41ന്റെ പകുതി എത്രയാണ്? 20.5. അപ്പോൾ പിന്നെ 20.5 അപ്പോൾ ആദ്യത്തേൽ ഹാഫ് കുറക്കുക. 20.5ൽ അര കുറച്ച് 20 എന്നെഴുതുന്നു. പിന്നെയോ അടുത്ത നമ്പർ ആ അര കൂട്ടിയിടുക, ഹാഫ് കൂട്ടിയിടുക. അപ്പോൾ 21 ആവൂലേ? അപ്പോൾ 20 + 21 41. ഇങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാം, ഏത് ഒറ്റ സംഖ്യകൾ എടുത്താലും അതിൽ ഒന്ന് മാത്രം പെടില്ല. ഒന്നൊഴികെയുള്ള ഏതൊറ്റ സംഖ്യകൾ എടുത്താലും നമുക്ക് തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ തുകയായി എഴുതുന്നതിന് ഒരു പ്രയാസമില്ല. അപ്പോൾ അത് 100ന്റെ ഇപ്പുറത്തല്ല അപ്പുറത്ത് എവിടെയാണെങ്കിലും നമുക്കതൊരു വിഷയമല്ല. അതായത് നമ്മൾ എടുക്കുന്ന നമ്പർ ഒരു ഒറ്റ സംഖ്യയാണെങ്കിൽ, ഓഡ് നമ്പർ ആണെങ്കിൽ തീർച്ചയായും നമുക്ക് അടുത്തടുത്തുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയായി ഇതുപോലെ എഴുതാം. എങ്ങനെയാണ് എഴുതണ്ടേ? അതിന്റെ നേരെ പകുതി എടുത്താൽ എപ്പോഴും ഹാഫ് ചേർന്നാണ് കിട്ടുക. അവിടെ വരുമ്പോൾ ആദ്യത്തേൽ ഹാഫ് കുറക്കുക, ആ കുറച്ചതും കൂടെ രണ്ടാമത്തേൽ കൂട്ടിയിടുക. അപ്പോൾ രണ്ടും എണ്ണൽ സംഖ്യകളായി മാറും, അടുത്തടുത്ത എണ്ണൽ സംഖ്യകളായി മാറും. ഇതിന് എത്ര ഉദാഹരണം വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താം. അപ്പോൾ മനസ്സിലാകുന്നവരെ കൂടുതൽ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇപ്പം ഉദാഹരണത്തിന് ഇതാ 7 എടുക്കുന്നു. 7 ചെറുതെടുക്കുക. 7. അപ്പോൾ 7ന്റെ പകുതി എത്രയാ? 3.5 3.5ൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അര കുറക്കുക ആദ്യം, 3. മറ്റേല് ആ ഹാഫ് കൂട്ടിയിടുക. 3 4 7. ഓക്കെ, റെഡിയാണല്ലോ. അപ്പോൾ ഇത് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ ഇതിന് കുറച്ച് ഉദാഹരണങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. യെസ്, കൂടുതൽ എഴുതണ്ട. ഇനി മറ്റൊരു തരത്തിൽ ഇങ്ങനെ എത്ര എണ്ണം എഴുതാനുണ്ടാവും? നമ്മൾ ഒറ്റ സംഖ്യകളോ ഇരട്ട സംഖ്യകളോ ഒന്നിടവിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് പകുതിയും ഇത്ര തന്നെ കാണുമല്ലോ. അപ്പോൾ പകുതി സംഖ്യയും നമുക്ക്, അതായത് എല്ലാ ഒറ്റ സംഖ്യകളും ഒന്നൊഴികെയുള്ള ഏത് ഓഡ് നമ്പർ ആയാലും നമുക്ക് അടുത്തടുത്ത എണ്ണൽ സംഖ്യകളുടെ തുകയായി എഴുതാം. പക്ഷേ ബാക്കിയുള്ളതോ? ആദ്യത്തേൽ നമുക്ക് എത്ര എണ്ണാണ് കിട്ടിയേ? 13 ത്രികോണ സംഖ്യകളാണ് കിട്ടിയത്. ഇവിടെയോ? ഇവിടെ ഏതാണ്ട് 100ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 50. പിന്നെ അവിടെ ഒന്നൊഴിഞ്ഞാൽ നമുക്ക് 49 എണ്ണേ കിട്ടും. 49 എണ്ണം. അപ്പോൾ 9 3 12, 1 ബാക്കി 6, 62 എണ്ണേ ആയിട്ടുള്ളൂ. ഈ 62 കഴിച്ച് ബാക്കിയല്ല എങ്ങനെയാ എഴുതുക? ഇനി വേറെ ഒന്ന്, ഒരു ഇരട്ട സംഖ്യ എടുത്താൽ, ഒരു ഈവൺ നമ്പർ നമ്മൾ എടുക്കുന്നു. ഈവൺ നമ്പർ എടുത്താൽ
അത് പകുതിയാക്കിയാൽ ഒറ്റ സംഖ്യ കിട്ടുമെന്ന് നോക്കുക. ഞാൻ അങ്ങനെയുള്ളൊരു ഉദാഹരണം എടുക്കാം. ഏതാണ്? ഇപ്പൊ 30 എന്ന സംഖ്യ എടുത്ത് ഇത് 15ഉം 15ഉമാണ് അല്ലേ? 15ഉം 15ഒന്നും നമുക്ക് എഴുതാൻ പറ്റൂലല്ലോ, കാരണം അടുത്തടുത്ത എണ്ണൽ സംഖ്യകളല്ലല്ലോ. നമ്മൾ നോക്കുന്ന എന്താണ്? അടുത്തടുത്ത എണ്ണൽ സംഖ്യകളുടെ തുകയായി ഇതിനെ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ 30നെ നമുക്ക് 15ഉം 15ഉം എഴുതാൻ പറ്റൂല. 15ന്ന് 1 കുറച്ചുകൊണ്ടും 1 കൂട്ടിക്കൊണ്ടും എഴുതിക്കൂടാ. അവിടെ വ്യത്യാസം വരും. ഒന്നല്ല, കൂടുതൽ വ്യത്യാസമാണ് വരിക. അപ്പോ ആ 15നെ പിന്നെയും പകുതിയാക്കുക. അതായത് 30ന്റെ പകുതിയുടെ പകുതി. അപ്പൊ 30ന്റെ പകുതി 15. 15ന്റെ പകുതി എത്രയാണ്? 7.5 വരിക. അപ്പോ 7.5 വരുന്നേരം നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിദ്യ പ്രയോഗിക്കുക. എങ്ങനെയാണ്? 1ൽ 7 എടുക്കുക, മറ്റേൽ അര കൂട്ടിയിട്ട് 8. 7 8 15ആണല്ലോ. 7 8 15. നമുക്ക് വേണ്ട എന്താ? തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയായിട്ടാണ് വരേണ്ടത്. ഇനി നോക്കിക്കോളെ അടുത്തത്. 7 8 15 15ആയി. ഇനിയൊരു 15 കൂട്ടിയിടല്ലേ വേണ്ടത് അല്ലേ? ഇനിയൊരു 15 കൂട്ടിയിടല്ലേ വേണ്ടത്. പ്ലസ് 15 നമുക്ക് എഴുതിക്കൂടാ. അപ്പൊ തുടർച്ചയായി വരണമെങ്കിൽ ഇവിടെ 6ഉം വരണം, ഇവിടെ 9ഉം വരണം. അപ്പോ 8 + 9, ഇവിടെയോ 6. ഈ 6ഉം 9ഉം എത്രയാ? 15ആണ്. 8ഉം 7ഉം എത്രയാ? 15ആണ്. അപ്പോൾ മൊത്തത്തിൽ എത്രയാ വരുന്നത്? 30 തന്നെയാണ്. നമുക്ക് തുടർച്ചയായ എണ്ണൽ സംഖ്യയുടെ തുകയായി വന്നു. 6 + 7 + 8 + 9 30. അപ്പൊ കുറേ നമ്പർ ഇങ്ങനെ പോവല്ലോ. യെസ്. ഇനി ചിലത് പകുതിന്റെ പകുതിയാക്കിയാൽ ഒറ്റ കിട്ടാത്ത ഉണ്ടാവും. നമുക്ക് ഇനി ഞാൻ മറ്റൊരു സംഖ്യ എടുക്കുന്ന 52. 52ന്റെ പകുതി 26ആണ്. 26ന്റെ പകുതി 13ആണ്. അപ്പോ പകുതിയാക്കി ഒറ്റ സംഖ്യയിലേക്ക് എടുക്കുക. അപ്പോൾ 52ന്റെ പകുതി 26, 26ന്റെ പകുതി 13. ആ 13 നമുക്ക് എങ്ങനെ എഴുതാം? 6 + 7 എന്നെഴുതാലോ. അപ്പോൾ 6ഉം 7ഉം 13. അപ്പോൾ മറ്റൊരു 13 അപ്പുറത്തും ഇപ്പുറത്തും ഓരോന്ന് ഇവിടെ 1 കൂട്ടി എഴുതുക 8, ഇവിടെ 1 കൂട്ടിയെടുക്കുക. അപ്പോൾ 5ഉം 8ഉം 13ആണ്. 6ഉം 7ഉം 13ആണ്. എത്ര 13 വന്ന്? 2 13 ഇവിടെ വന്നില്ലേ? 13ഉം 13ഉം 26ആയി. യെസ്. ഇനി ഒരു സെറ്റും കൂടി എഴുതുക. +9 + 4. അപ്പോൾ 4ഉം 9ഉം 13, 5ഉം 8ഉം 13, 6ഉം 7ഉം 13, 3 13 39 ആയിക്കുള്ളൂ. ഒരു 13ന്റെ സെറ്റും കൂടെ വേണം. അപ്പോഴെന്ത് ചെയ്യും? +10 + 3. അപ്പോൾ നോക്ക്, 3 + 4 + 5 + 6 + 7 + 8 + 9 + 10. തുടർച്ചയായ എണ്ണൽ സംഖ്യയുടെ തുകയായിട്ട് തന്നെ വന്ന് 52. ഇത് നമ്മളെ ത്രികോണ സംഖ്യ ഒന്നും അല്ല കേട്ടോ. യെസ്. അപ്പോൾ 3 4 7 5 12 12 6 18 7 25 25 8 33 33 9 42 10 52. അപ്പോ ഇങ്ങനെയും ഒരു രീതിയിൽ എഴുതാം. എന്ന് വെച്ചാൽ നമ്മൾ 100 വരെയുള്ള എല്ലാ സംഖ്യകളെയും തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയായിട്ട് എഴുതാൻ ശ്രമിക്കുകയാണ്. 100ന്റെ അപ്പുറം നമുക്ക് പിന്നീട് നോക്കാം. 100 വരെയുള്ള എല്ലാ സംഖ്യകളെയും തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയായിട്ട് എഴുതാൻ നോക്കുകയാണ്. അപ്പോ അങ്ങനെ വരുമ്പോ ചിലത് നമുക്ക് ഇതിന് വഴങ്ങാത്ത ഉണ്ടാവും. അങ്ങനെ വഴങ്ങാത്ത സംഖ്യകൾ ഏതെങ്കിലും ഉണ്ടോ നോക്കാം. ഉദാഹരണത്തിന് 8 എന്ന സംഖ്യ നിങ്ങൾ എത്ര മരണക്കളി കളിച്ചാലും നമുക്ക് തുടർച്ചയായ എണ്ണൽ സംഖ്യയുടെ തുകയായിട്ട് എഴുതാനാവില്ല. അതുപോലെ തന്നെയാണ് 4. നമുക്കൊന്ന് നോക്കാം. 4 എങ്ങനെ എഴുതും? 2ഉം 2ഉം എഴുതാൻ പറ്റില്ല. 1ഉം 3ഉം എഴുതാൻ പറ്റില്ല. അപ്പോൾ 4നെ ഒരു തരത്തിലും ഈ രൂപത്തിൽ തുടർച്ചയായ എണ്ണൽ സംഖ്യയുടെ തുകയായിട്ട് എഴുതാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് 8.
8 എന്ത് മരണക്കളി കളിച്ചാലും നമുക്ക് തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയായിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചില സംഖ്യകൾ വരുന്നുണ്ട്. ആ സംഖ്യകൾ ഏതാണെന്ന് കണ്ടെത്തലും കൂടിയാണ് ഈ നമ്പർ ചാർട്ടിന്റെ ഉദ്ദേശം. അപ്പോൾ അടുത്തത് 16 16ഉം നമുക്ക് ഒരു തരത്തിലും എഴുതാൻ പറ്റില്ല. കാരണം 8 എന്ന് എഴുതാൻ പറ്റില്ല. ഈ നമ്മൾ ഇവിടെ കളിച്ച ഒരു കളി അവിടെ നടക്കൂല. കാരണം 8 പകുതിയാക്കി 16 പകുതിയാക്കുമ്പോൾ 8 8 വീണ്ടും പകുതിയാക്കുമ്പോൾ 4 ഇരട്ട സംഖ്യ തന്നെയാണ്. 4 വീണ്ടും പകുതിയാക്കുമ്പോൾ 2 വീണ്ടും ഇരട്ടിയാണ് വരുന്നത്. അത് വീണ്ടും പകുതിയാക്കുമ്പോൾ 1. ഇത് തന്നെയാണ് 8ന്റെ കാര്യത്തിലും. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രൂപ്പിൽ വരുന്ന, അതായത് 1 അതിന്റെ ഇരട്ടി 2 നമുക്ക് ഒരു തരത്തിലും പറ്റൂല. 2 അതിന്റെ ഇരട്ടി 4, അതിന്റെ ഇരട്ടി 8, 16, 32, 64. ഇനി 100ന്റെ അപ്പുറം പോകുമ്പോൾ 128, 256, 512, 1024. ഇങ്ങനെയുള്ള സംഖ്യകളെ ഒന്നും നമുക്ക് ഒരു തരത്തിലും തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയായി എഴുതാൻ പറ്റില്ല, ഉറപ്പാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള കുറേ വർക്കാണ് ചെയ്യേണ്ടത്. അങ്ങനെ അതിൽ നിന്നും നമ്മളൊരു കാര്യം കണ്ടെത്തുന്ന, എല്ലാ സംഖ്യകളെയും തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയായി നമുക്ക് എഴുതാൻ കഴിയില്ല. അപ്പോൾ കഴിയാത്ത ഏതൊക്കെയാണ്? കഴിയാത്ത സംഖ്യകൾക്കുള്ള പ്രത്യേകത എന്താണ്? അപ്പോൾ ആ പ്രത്യേകതകൾ എന്താണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് എഴുതുക. അപ്പോൾ ഇത് തന്നെയാണ് 2ന്റെ കൃതികളായി വരുന്നതാണ്. 2ന്റെ 2, അതായത് ആദ്യത്തെ 2, പിന്നെ 4 2ന്റെ സ്ക്വയറാണ്, പിന്നെ 8 2ന്റെ ക്യൂബാണ്. അപ്പോൾ 2⁻3. അടുത്തത് 2⁻4 16, 2⁻5 32. അങ്ങനെ 2ന്റെ കൃതികളായി വരുന്ന സംഖ്യകളെ ഒരിക്കലും നമുക്ക് തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയായിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒരു കണ്ടെത്തലാണ്. ഈ കണ്ടെത്തൽ നമ്മൾ നേരത്തെ പറഞ്ഞ് ആ ചാർട്ടിൽ എഴുതണം. മറ്റൊന്ന്, വേറെ ഒന്ന് ചെയ്യാനുള്ള, ഇപ്പോൾ 1000നും 2000നും ഇടയ്ക്ക് അത്തരത്തിലുള്ള എത്ര സംഖ്യകളുണ്ട്, ഇല്ലെങ്കിൽ 1000 വരെ എത്ര സംഖ്യകളുണ്ട്. 1000 വരെ എത്ര സംഖ്യകളുണ്ടെന്ന് നമുക്ക് ഈ രൂപത്തിൽ കണ്ടെത്താം. 2000 വരെ എത്രയുണ്ടെന്ന് കണ്ടെത്താം. അതുപോലെ 5000 വരെ അല്ലെങ്കിൽ 10000 വരെ. ഇത് പറയുന്നത് UP ക്ലാസ്സിലെ കുട്ടികളെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ പഠിക്കാനുള്ള കാര്യമല്ല, അതിനപ്പുറത്തേക്ക് ഒരുപാട് അന്വേഷണം നടത്താൻ പറ്റിയ ഒരു ചാർട്ടാണിത്. ഞാനിത് പറഞ്ഞത് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന. എന്താണ് നമ്മൾ പറഞ്ഞത്? തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയായി എഴുതാൻ കഴിയാത്ത നമ്പറുകളുണ്ടോ എന്നുള്ള അന്വേഷണമാണ് പിന്നീട് നടത്തുന്നത്. കാരണം നമ്മൾ ആദ്യം കണ്ടതെല്ലാം തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയായി 1 മുതൽ എഴുതാൻ പറ്റുന്നുണ്ട്. ഇനി 1 ഒഴിവാക്കി കഴിഞ്ഞാൽ മറ്റു പല തരത്തിലും എഴുതാൻ പറ്റുന്നുണ്ട്. 2 വ്യത്യസ്ത സംഖ്യകളുടെ 4 വ്യത്യസ്ത സംഖ്യകൾ, ഇങ്ങനെയൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇനി 3 വ്യത്യസ്ത സംഖ്യകളുടെ കൂട്ടം. ഇനി അതെങ്ങനെയാ 3 വരിക? ഉദാഹരണത്തിന് 30 എന്നുള്ള സംഖ്യ എടുക്കുന്നു. 30 ഇവിടെ 4 എണ്ണത്തിന്റെ കൂട്ട, 3 എണ്ണത്തിന്റെ കൂട്ടായിട്ട് നമ്മൾ എങ്ങനെ എഴുതുക? 30 സമം 30ന്റെ ആവറേജ് എടുക്കുക. അപ്പോൾ എത്രയാ? 10 10 നടുക്കിട്ടിട്ട് 11 അപ്പുറത്തും 9 ഇപ്പുറത്തും എഴുതുക. ഓക്കെ അല്ലേ? അപ്പോൾ 9ഉം 10ഉം 19, 19ഉം 11ഉം 30 ഇങ്ങനെ എഴുതാം. അപ്പോൾ അതൊക്കെ നിങ്ങളെ മിടുക്ക് പോലെ ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്കത് അവതരിപ്പിക്കാം. പക്ഷേ നമ്മളെ ഉദ്ദേശം എന്താണ്? എല്ലാ സംഖ്യകളെയും ഇങ്ങനെ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയായിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പറ്റാത്ത സംഖ്യകളുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്? ആ സംഖ്യകളുടെ പ്രത്യേകത എന്തുകൊണ്ടാണ് അത് പറ്റാത്തതെന്നും അതിന് പ്രത്യേക പേരുണ്ടോ എന്ന് നോക്കുക. അത് ഏതൊക്കെ റേഞ്ചിൽ വരുന്ന, ഉദാഹരണത്തിന് 1000 വരെ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള എത്ര സംഖ്യകൾ കിട്ടും, 10000 വരെ വരുമ്പോൾ എത്ര സംഖ്യകൾ കിട്ടും, ഇങ്ങനെ ഒരുപാട് അന്വേഷണം മേലോട്ട് നടത്താൻ പറ്റുന്ന ഒരു നമ്പർ ചാർട്ടാണ് ഞാൻ അവതരിപ്പിച്ചത്.
അവതരിപ്പിക്കുമ്പോൾ അത് LP തലത്തിലുള്ള കുട്ടികൾക്ക് കൂടിയും പറ്റുന്ന രൂപത്തിലാണ് ആദ്യഘട്ടം ഞാൻ പറഞ്ഞത്. പിന്നീട് പറഞ്ഞത് UP തലത്തിൽ UP തലത്തിലുള്ള കുട്ടികൾ എങ്ങനെ അത് വീണ്ടും വികസിപ്പിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കുട്ടികളെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല. കുട്ടികൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലായില്ല എന്ന് വരും. അവരുടെ ടീച്ചേഴ്സും പ്രത്യേകിച്ച് രക്ഷിതാക്കൾ, ഒഴിവുള്ള സമയത്ത് രക്ഷിതാക്കളാണ് ഇതാദ്യം കണ്ടെത്തി പഠിക്കേണ്ടത്. പിന്നീടാണ് കുട്ടികളെ മുമ്പിൽ കുട്ടികൾക്ക് രസകരമായി ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്പർ ചാർട്ട്, അപ്പോൾ ഈ മേളക്ക് വേണ്ടിയുള്ള നമ്പർ ചാർട്ട് ഒരുക്കുമ്പോൾ അത് മത്സരത്തിന് സമ്മാനം നേടാൻ മാത്രമുള്ളതല്ല. ഇതിലൂടെ കുട്ടി ഒരുപാട് പഠിക്കുന്നുണ്ട്. പല കുട്ടികളും എന്നോട് ജോമെട്രിക്കൽ ചാർട്ട് ഒരു ചാർട്ട് അയച്ചു തരുമെന്ന് ചോദിക്കും, ഞാൻ അയച്ചു കൊടുക്കും. പിന്നെ എന്നോട് ചോദിക്കുക, ഇതിന് സമ്മാനം കിട്ടുമോ, ഉറപ്പാണോ? അപ്പോൾ ഞാൻ അവരോട് പറയുന്നത് ഒരു ഉറപ്പുമില്ലെന്ന്. ഇത് സമ്മാനം കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഇനി ഇത് പഠിച്ച പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമോ എന്നൊന്നും ചോദിച്ചാൽ ഇനിയൊന്നും എനിക്ക് മറുപടിയില്ല. ഓക്കെ, അപ്പോൾ കൂടുതൽ അന്വേഷണം നടത്തുക, നന്നായിട്ട് അവതരിപ്പിക്കുക. അപ്പോൾ ഞാൻ 3 ചാർട്ടാണ് ഉപയോഗിക്കാൻ പറഞ്ഞത്. 2 ചാർട്ട് എങ്ങനെ ഉപയോഗിക്കണം, 3ാമത്തെ എങ്ങനെ ഉപയോഗിക്കണം. ഇനിയിപ്പോൾ അതിൽ കൊള്ളുന്നില്ല, ഇതിലാക്കാവോ, ഇതിൽ കൊള്ളാത്ത അപ്പുറത്താക്കാവോ എന്ന് ഒരുപാട് സംശയം ഉണ്ടാവും. അതല്ല, അത്തരത്തിലുള്ള സംശയമെല്ലാം നിങ്ങൾ തന്നെ അത് പ്രശ്നം പരിഹരിക്കണം. ഓരോന്നിനും എന്നെ മെസ്സേജ് ചെയ്തിട്ട് അല്ലെങ്കിൽ വിളിച്ചിട്ടോ ബുദ്ധിമുട്ടിക്കണ്ട. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളും നിങ്ങളെ രക്ഷിതാക്കളും ടീച്ചേഴ്സും പിന്നെ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ കാര്യത്തിനും എൻ്റെ മറുപടി നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇനി മറ്റൊരു ചോദ്യം ഇതാണ്, ഇതിൻ്റെ പേരെന്താണ്? ഏറ്റവും കൂടുതൽ കുട്ടികളും രക്ഷിതാക്കളും ടീച്ചേഴ്സും എല്ലാം ചോദിക്കുന്നത് ഈ ചാർട്ടിൻ്റെ പേരെന്താണെന്ന്. ഞാനിതിന് പേരിട്ടിട്ടില്ല. പേരിടാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ കൗതുകകരമായ നമ്മളെ ഈ അല്ലെങ്കിൽ പഠിക്കാനുള്ള കാര്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു രസകരമായ പേര് നിങ്ങൾ ഇടണം. പേര് നിർബന്ധമാണ്. കാരണം ഇത് എൻട്രി കൊടുക്കുന്ന സമയത്ത് ഒരു പേര് വേണം. ഇപ്പോൾ പേരെന്താണെന്നും ചോദിച്ചിട്ട് എന്നെ വിളിക്കരുത്. ഓക്കെ, ശരി, നന്നായി ചെയ്യുക.